ഇനി സ്ട്രൈറ്റ് ലൈൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും കുട്ടികൾക്ക് പേടിയുള്ളതാണ്. എങ്ങനെ നോക്കിയാലും ആലോചിച്ചിട്ട് കിട്ടുന്നില്ല എന്ന്. അതും അതെ, ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അവർ ചോദിച്ചത്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നെ, ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിങ് ത്രൂ 2 0 ആൻഡ് പാരലൽ ടു y ആക്സിസ്. നമുക്കറിയാം, ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാൻ ഒരു പോയിൻറ്റും അതിൻ്റെ സ്ലോപ്പും കിട്ടിയാൽ മതി. പക്ഷേ പാരലൽ ടു y ആക്സിസിൽ പലരും ലോക്കായിപ്പോയി. പാരലൽ ടു y ആക്സിസ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റ് റഫായിട്ടൊരു ചിത്രം ഒന്ന് വരച്ച് നോക്കാം. ഒരു ലൈൻ പാരലായിട്ട് ഇപ്പോൾ എക്സ് ആക്സും വൈ ആക്സും വരച്ചു. പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻസ് ഇങ്ങനെ വരിക അല്ലേ. ഇതാണ് നമ്മുടെ വൈ ആക്സിസ് എന്ന് കരുതാം. അപ്പോൾ പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ഇങ്ങനെ വരിക അല്ലേ. അങ്ങനെ ഒരു ലൈനിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. പാസിങ് ത്രൂ 2 0 സപ്പോസ് ഇതാണ്. ഇപ്പോൾ 2 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിലൊരു പോയിൻ്റ് അല്ലേ. 2 0 ഇതാണെന്ന് കരുതാം. ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ പാസ് ചെയ്യുന്നൊരു പോയിൻ്റ് നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ സ്ലോപ്പ് ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ പാരലൽ ടു വൈ ആക്സിസ് ആണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, പാരലൽ ടു എക്സ് ആക്സ് ആണെങ്കിൽ സ്ലോപ്പ് 0 ആണ്. ഞാൻ പറയാം, പാരലൽ ടു എക്സ് ആക്സ് ആണെങ്കിൽ സ്ലോപ്പ് 0 എന്നൊക്കെ ധൈര്യമായിട്ട് എഴുതി കൊടുക്കാം. പക്ഷേ പാരലൽ ടു വൈ ആക്സ് എന്ന് പറയുമ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും എന്നുള്ളത് പല കുട്ടികൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ ടാൻ തീറ്റയൊക്കെ വെച്ച് നോക്കി എഴുതി ടാൻ 90, ഇവിടെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 അല്ലേ, ടാൻ 90 ഇൻഫിനിറ്റി ആണല്ലോ വരിക. അപ്പോൾ പലർക്കും ഇതിൻ്റെ സ്ലോപ്പ് പോലും അറിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരലൽ ടു വൈ ആക്സ് ആണെങ്കിൽ ഏതൊരു ലൈൻ ആയിക്കോട്ടെ, പാരലൽ ടു വൈ ആക്സ് ആണെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ വരിക എക്സ് ഈക്വൽ ടു എ എന്നുള്ള ഫോമാറ്റിലാണ്. എക്സ് ഈക്വൽ ടു എ എന്തുകൊണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 2 0 എന്നല്ല ഈ പോയിൻ്റ് ഏതാ വരിക എന്ന് പറയാൻ പറ്റും. ഇവിടെ വൈ സപ്പോസ് ഒരു 1 ആണെന്ന് കരുതാം. ഇവിടെ 2, ഇവിടെ 3 അല്ലേ. അപ്പോൾ ഈ പോയിൻ്റ് ഏതാ വരിക? എക്സ് ആക്സിസ് വാല്യൂ മാറില്ലല്ലോ. ഇതെന്താ വരിക? 2 1 വരിക. ഇത് 2 2 ആണ് വരിക. എക്സ് വാല്യൂ മാറില്ലല്ലോ മേലേക്ക് പോകുമ്പോഴും. ഇത് 2 3 ആണ് വരിക. അതുപോലെ താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ 2 -1 വരിക. 2 -2 വരിക. ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിൻ്റെയും പ്രത്യേകത എന്തായിരിക്കും? എക്സിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 2 ആണ്. ഇവിടെ ഇത് ഒരു 4 0 ആണെന്ന് കരുതാം. ഈ ലൈനിലെ എല്ലാ പോയിൻറ്റ്സിനും എക്സ് വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി ഇവിടെ ഇതൊരു -3 ആണെന്ന് കരുതാം. എക്സ് വാല്യൂ ഇതിലെല്ലാത്തിനും -3 ആവില്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? എക്സ് ഈക്വൽ ടു -3 വരിക. ഇതൊക്കെ ഈ പോയിൻ്റ് ഒരു -8 0 ആണെന്ന് കരുതാം. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ വരിക? എക്സ് ഈക്വൽ ടു -8 ആയിരിക്കും. കാരണം ഇതിലെല്ലാ പോയിൻറ്റ്സിനും എക്സ് വാല്യൂ എന്താവും? -8 ആണ്. അങ്ങനെ എല്ലാ പോയിൻറ്റ്സിനുള്ള കോമൺ ആയിട്ടുള്ള പ്രത്യേകതയാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് കാണാതെ പഠിച്ചു വെച്ചോളൂ. പാരലൽ ടു വൈ ആക്സ് ആണെങ്കിൽ ഇക്വേഷൻ വരിക എക്സ് ഈക്വൽ ടു എ എന്നുള്ള ഫോമാറ്റിലായിരിക്കും. പാരലൽ ടു എക്സ് ആക്സ് ആണെങ്കിൽ ഇക്വേഷൻ വരിക വൈ ഈക്വൽ ടു എ എന്നുള്ള ഫോമാറ്റിലായിരിക്കും. ഓക്കെ, ഇതെന്തായാലും വൃത്തിയായി പഠിച്ചോളൂ. അപ്പോൾ ഇവിടെ 2 0 പാസ് ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾ ജസ്റ്റ് റഫായിട്ടൊരു ഫിഗർ വരച്ച് നോക്കിയാലും മതിയായിരുന്നു. ഫിഗർ വരച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 0 കിട്ടി. അപ്പോൾ മുകളിലത്തെ പോയിൻറ്റ് 2 1 ആയിരിക്കും. ഇപ്പോൾ 2 പോയിൻറ്റ് കിട്ടിയില്ലേ. ആ 2 പോയിൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലോപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് സ്ലോപ്പ് കാണാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഇൻഫിനിറ്റി എന്നൊക്കെ വരും. 0/0 എന്നുള്ള ഫോമാറ്റൊക്കെ വരും. അപ്പോൾ നിങ്ങളിത് കാണാതെ പഠിക്കുക തന്നെയാണ് നല്ലത്. പാരലൽ ടു വൈ ആക്സ് ആണെങ്കിൽ ഇക്വേഷൻ ഈ ഫോമാറ്റിലാണ് വരിക. എല്ലാ ലൈൻസിൻ്റെയും എക്സ് വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? എക്സ് ഈക്വൽ ടു 2. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ്. ഇതിങ്ങനെ ആലോചിക്കില്ല മിക്ക കുട്ടികളും. അപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയില്ല, മെയിൻ എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മറക്കണ്ട. ഈ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് കാണാനൊക്കെ പഠിച്ചു പോയിട്ടുണ്ടാവും, ഇക്വേഷനൊക്കെ കാണാതെ പഠിച്ചു പോയ കുട്ടികളുണ്ടാവും. പക്ഷേ അവർ മനഃപൂർവ്വം നിങ്ങളെന്ന് കറക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി. ലൈനിൻ്റെ ഇക്വേഷൻ ഈ രൂപത്തിൽ തന്നു. ഒരു പണിയില്ല, ഇതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ലൈനിൻ്റെ നോർമൽ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റിയാൽ മതിയായിരുന്നു. ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഇക്വേഷനാണ്. പക്ഷെ നമ്മൾ ലൈനിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയായിരിക്കും? AX + BY + C = 0. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എയും ബിയും സിയും കിട്ടിയിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാമെന്നാവും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ എയും ബിയും സിയും ഒന്നുമില്ല. അപ്പോൾ അത് കിട്ടാൻ ബ്രാക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. 12 മൾട്ടിപ്ലൈ ചെയ്യുക. 12x + 12 × 6 72 = 5 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 5 × y 5 × -2 -10. എല്ലാവരും ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 12x 5y കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -5y 72 ഓൾറെഡി ഇവിടെ ഉണ്ട്. -10 കൊണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ +10 = 0. ഓൾമോസ്റ്റ് ഈ ഫോമാറ്റിലായില്ലേ. ഫൈനലാക്കാൻ വേണ്ടിയിട്ട് ഈ 72 10 ആഡ് ചെയ്ത് വയ്ക്കാം. 12x - 5y + 82 = 0. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഫോമാറ്റിലല്ലെങ്കിൽ ഈ ഫോമാറ്റിലേക്ക് ആക്കുക എന്നതാണ്. ഓക്കെ,
ഇനി ഒന്നും കൂടെ നോക്കി നോക്കൂ. -1 എന്ന പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കാണാം അല്ലേ. നമ്മൾ പഠിച്ച ഡിസ്റ്റൻസിനുള്ള ഫോർമുല എന്തായിരുന്നു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിൻ്റ് ആൻഡ് എ ലൈൻ അല്ലേ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ച ഫോർമുല എന്തായിരുന്നു? ax1 + by1 + c / √a² + b². നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇതിൽ 5 ലെറ്റേഴ്സാണുള്ളത്. എ ബി സി, താഴെ എയും ബിയും, പിന്നെ x1 y1. ഓരോന്നും കിട്ടണ്ടേ? എവിടെ നിന്നാണ് കിട്ടുക? എയും ബിയും സിയും നമുക്ക് കിട്ടുക ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 12, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെ കോഫിഷ്യൻറ്റ് -5, -5 തന്നെ എഴുതണേ. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേം 82. ഇനി നമുക്ക് എന്തും കൂടെ വേണം? x1ഉം y1ഉം കൂടെ ഇക്വേഷനിൽ വേണം. x1 എഴുതി കൊടുക്കുക, y1 എഴുതി കൊടുക്കുക. x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്, y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ്. x1 -1, y1 1. ഓക്കെ, ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് വരില്ലല്ലോ. ഇപ്പോൾ ഒരു മോഡുലസും വേണ്ടേ? ഇനി എല്ലാം തെറ്റാതെ ഇതിലിട്ട് കൊടുക്കുക, കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. ഞാൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് 5 യൂണിറ്റ്സ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ 5 യൂണിറ്റ് കിട്ടുന്നുണ്ടോ നോക്കുക. സംഭവം എളുപ്പമാണ്. ഈ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ഓക്കെ, മോഡൽ എക്സാമിന് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, മെയിൻ എക്സാമിന് ഇതുപോലുള്ള കെണികളിൽ പോയി വീഴാതിരിക്കുക.